ഓ മഹാ ശിവസ്വരൂപ യോഗീശ്വരായ നമഃ. മഹാനായ ശിവസ്വരൂപ യോഗീശ്വരൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുകയും അദ്ദേഹത്തിൻ്റെ വൈഭവങ്ങൾ ഏറ്റുവാങ്ങുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ഈ പരമഗുരുവിൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ തികച്ചും വ്യത്യസ്തമായൊരു വീഡിയോ ആണ്. നമ്മുടെ മുരുക ഭഗവാനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഇന്ന് എനിക്കുണ്ടായ അനുഭവം. അത് ഇന്ന് തന്നെ ചെയ്യണമെന്ന് തോന്നിയുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച ദിവസം രാവിലെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു അമ്പലപ്പുഴയെ പറ്റിയുള്ള വീഡിയോ. അപ്പോൾ ഇന്ന് രാവിലെ രഞ്ജിത എഴിച്ചറിന് എൻ്റെ അടുത്ത് യാദൃച്ഛികമായിട്ട് പറഞ്ഞു, രഞ്ജിത അല്ല പറഞ്ഞു, ആക്ച്വലി നമ്മളൊരു ഡിവോട്ടിയാണ്, എന്നെ വിളിച്ചിട്ട് സാറേ എനിക്കൊന്ന് അവിടം വരെ പോകണം സാർ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സത്യത്തിൽ ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ പോയതല്ല സാർ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെയും കൂട്ടിക്കൊണ്ടാണ് നമ്മളെല്ലാവരും കൂടെ ഇവിടെ നിന്ന് രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിച്ചു. അപ്പോൾ മണ്ണാറശാലയെല്ലാം പോയിട്ട് വരാനുള്ള ഒരു ശ്രമത്തിലാണ് നമ്മളിവിടെ നിന്ന് പോകുന്നത്. അപ്പം നമ്മളിങ്ങനെ ഇവിടെ എല്ലാം പോയി, അമ്പലപ്പുഴ മണ്ണാറശാലയെല്ലാം പോയി, മണ്ണാറശാലയിലും അമ്പലപ്പുഴയെല്ലാം പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ തികച്ചും യാദൃച്ഛികമായി ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കയറുകയുണ്ടായി. നമ്മൾ ചെന്ന് കയറുന്ന സമയത്ത് അപ്പോൾ ഞാൻ സാധാരണ രീതിയിൽ ഞാനങ്ങനെ സുബ്രഹ്മണ്യ ഭക്തനോ കാര്യങ്ങളോ ഒന്നുമല്ല, ഞാനൊരു തികഞ്ഞ ശിവഭക്തനായിരുന്നു. പക്ഷേ യോഗീശ്വരൻ പോയതിനു ശേഷം ഞാൻ നോർമലായിട്ട് ഇപ്പോൾ ഒരു അമ്പലത്തിൽ പോയാലും കയറും, പക്ഷേ ഞാനൊരു ദൈവത്തിനെ ഇതുവരെ തൊഴുതിട്ടില്ല. അതിനുശേഷം ഇതും എനിക്ക് തോന്നുന്നില്ല, ഞാൻ തൊഴുതില്ല. അപ്പോൾ ഏത് അമ്പലത്തിൽ പോയി ഞാൻ അവിടെ കയറും, അവിടെ കയറുന്ന മെഡിറ്റേഷൻ ചെയ്യും, തിരിച്ചു വരും, എൻ്റെ പതിവ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അഭിഷേകം നടക്കുകയാണ്. അപ്പോൾ രഞ്ജിത പെട്ടെന്ന് ഓടിപ്പോയി, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും പോയി, അവരെല്ലാം പോയി തൊഴുതു. ഞാനപ്പോൾ അവിടെ ചെന്ന് ഇങ്ങനെ കയറും, നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, നമ്മളവിടെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലോട്ട് കയറുന്ന ആദ്യം ഒരു ഇതുണ്ട്, അത് കഴിഞ്ഞ് രണ്ടാമത് കയറുമ്പോൾ അവിടെ ഉടുപ്പൂരിട്ട് കയറുമ്പോൾ ഭയങ്കര റഷ്. അപ്പോൾ ഞാനെന്ത് ചെയ്തു, പതുക്കെ കയറിയിട്ട് അവിടെ ഒരു തൊട്ട് മുകളിലായിട്ട് അവിടെ ഒരു തിട്ട കണക്ക് കെട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ കയറി അങ്ങ് ഇരുന്നു. എൻ്റെ തൊട്ട് ബാക്കിലായിട്ട് മുരുകൻ്റെ പ്രതിമയും കാര്യങ്ങളും എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ കണ്ണടച്ചിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുമായിരുന്നു. മെഡിറ്റേഷൻ ചെയ്ത് ഇങ്ങനെ, പക്ഷേ എനിക്കൊരു അവിടെ ഇരുന്നപ്പോൾ ഒരു എനർജിയും അനുഭവപ്പെട്ടു. സാധാരണ രീതി ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ആദ്യം എൻ്റെ ആജ്ഞാചക്രയോ സഹസ്രാര പത്മം എവിടെയെങ്കിലുമൊക്കെ വൈബ്രേഷൻ, പക്ഷേ ഒന്നും നടന്നില്ല. ഞാൻ കണ്ണടച്ച സമയം എപ്പോഴത്തേയും പോലെ എൻ്റെ തലയിൽ കറക്റ്റായിട്ട് എൻ്റെ ആജ്ഞാചക്രയുടെ ചുറ്റും, അതായത് ഈ തലയ്ക്ക് ചുറ്റും ഇങ്ങനൊരു വലയം സ്റ്റാർട്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ എങ്ങോട്ടോ ഇദ്ദേഹം കൊണ്ടുപോകാനുള്ള ഒരു പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ മണ്ണാർശാല പോയി ഞാനിരുന്നപ്പോഴും ഇങ്ങനൊരു ഫീൽ ഉണ്ടായി. പക്ഷേ അപ്പോൾ എനിക്ക് കാണിച്ചത് നാഗലോകം തന്നെയാണ്. അപ്പോൾ ഞാൻ നാഗലോകം കണ്ടിട്ടുള്ളത് കൊണ്ട് ഞാനത് വലിയ ഇതാക്കിയില്ല. അങ്ങനെ നാഗലോകത്തിൻ്റെ ഒരു പ്രസൻസാണ് എനിക്ക് അവിടെ കിട്ടിയത്. അതിനുശേഷം ഞാൻ തിരിച്ച് ഈ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നിരിക്കുമ്പോൾ എനിക്കിങ്ങനെ ഒരു വൈബ്രേഷൻ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ എങ്ങോട്ടോ ഇദ്ദേഹം കൊണ്ടു. അപ്പം കറക്റ്റ് അതുപോലെ തന്നെ ഇദ്ദേഹം എന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. എനിക്കറിയില്ല, ഞാൻ ഇതുവരെയും കാണാത്തൊരു സൈഡിലോട്ടാണ് ഇദ്ദേഹം എന്നെ കൊണ്ടുപോയത്. ഒരു ഒറ്റപ്പെട്ട ഒരു സ്ഥലമെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെട്ട ദിക്കെന്നോ എന്ത് വേണോ പറയാം. നമ്മളിങ്ങനെ പോയി ഒരു സ്ഥലത്തെത്തി അവിടെ നിൽക്കുമ്പോൾ അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇദ്ദേഹം പറഞ്ഞു, അച്ഛാ നമുക്കിനി പോകണമെങ്കിൽ അവിടെ നിന്നുമുള്ള പെർമിഷനുള്ള വാഹനം വന്നാൽ മാത്രമേ പോകാൻ കഴിയുള്ളൂ എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇദ്ദേഹത്തിന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് യാദൃച്ഛ്യമായിട്ട് ഞാൻ കണ്ട് സ്വർണ്ണ നിറം എന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞ നിറത്തിലുള്ള 2 മയിലുകൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു, പറന്ന് വന്ന്. അതിൻ്റെ എൻ്റെ തോന്നി അതിൽ കയറാൻ പറഞ്ഞു. ഞാൻ അതിൽ കയറി, ഞാനും ഇദ്ദേഹവും കൂടെ ഇവിടുന്ന് നേരെ പറന്ന് ആ മയിലുകൾ നമ്മളെയും വഹിച്ചുകൊണ്ട് നേരെ ദൂരെ നിന്ന് തന്നെ വലിയൊരു ഗോപുരവും ഒരു രാജാവിൻ്റെ ഇതുപോലുള്ള വലിയ എന്താ പറയുന്നത്, രാജകൊട്ടാരമെന്ന് തന്നെ സങ്കല്പിക്കാനുള്ള സ്വപ്നതുല്യമായ ഒരു സ്ഥലം ഇങ്ങനെ നല്ല പ്രകാശത്തിൽ കുളിച്ച് നിൽക്കുന്നത് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ മയിലിൻ്റെ മേഖലയിൽ തന്നെ എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ എനിക്കറിയില്ല അതായത് ലോകമാണെന്നൊന്നും അറിയില്ല. അവിടെ ചെന്ന് അതിൻ്റെ ഒരു മേഖലയിൽ ആ മയിൽ ഇറങ്ങി, അത് എന്നെ ഇറക്കിയിട്ട് അവിടെ നമ്മൾ നേരെ അകത്തോട്ട് കറക്കാൻ പോകുമ്പോൾ അവിടെ ഞാനിങ്ങനെ കണ്ടു, അതിന് ചുറ്റും നിറയെ ആൾക്കാരിങ്ങനെ പടച്ചട്ടയെല്ലാം ഇട്ട് ആയുധങ്ങളും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ ചുറ്റും. എന്ന് വെച്ചാൽ അതിന് ചുറ്റും അപ്പുറത്ത് സൈഡിൽ എല്ലായിടത്തും ഈ ഒരു ഡ്രസ്സ് കൊണ്ട് നിറഞ്ഞവർ ഒരുപാട്, ഈ പടച്ചട്ടയും ആയുധങ്ങളും കൊണ്ട് നിറഞ്ഞവർ ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് പേരെന്ന് വെച്ചാൽ എണ്ണങ്ങളൊന്നും പറയാൻ കഴിയില്ല, അത്രയ്ക്ക് ആൾക്കാർ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല തേജസ്സും ഓജസ്സുമുള്ള നല്ല ഒരു, കണ്ടാൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബ് തോന്നിക്കുന്ന ആൾക്കാർ. അത് തീർച്ചയായിട്ടും മനുഷ്യഗണമെന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. മനുഷ്യരെക്കാളുമെല്ലാം ചൈതന്യമുള്ള മുഖങ്ങളായിരുന്നു അവർ. ഒന്നുമല്ല അവരുടെ മുമ്പിൽ, അത്രയ്ക്ക് ചൈതന്യമായിരുന്നു അവർക്കെല്ലാം കാണാൻ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ നേരെ താഴെ വരുമ്പോൾ ഞാൻ കാണുന്നത് സിംഹാസന തുല്യമായ ഒരു സ്ഥലം. സിംഹാസനം നമ്മൾ ഈ മഹാഭാരതത്തിൽ രാമായണത്തിലൊക്കെ കാണുന്ന പോലെ സിംഹാസന തുല്യമായ വലിയൊരു സ്ഥലം. അവിടെ എല്ലാം ഇങ്ങനെ സൈഡുകളിൽ ഒരുപാട് പേര് ഇരിപ്പുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് കുറേ പേരിരുന്ന് എന്തൊക്കെ എഴുതുന്നു. കുറേ ഋഷീശ്വരന്മാർ ഒരു സൈഡിലിരുന്ന് എന്തൊക്കെയൊക്കെ ജപിക്കുന്നു.
കാര്യങ്ങൾ പൂർവ്വകാലങ്ങളെപ്പറ്റി ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ നാളെ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഓരോരോ നമ്മളിങ്ങനെ പറയില്ല, ഇൻഡ്യൂഷൻ വന്ന് പറയുന്ന പോലെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കാണാം. അപ്പോൾ നമ്മളിങ്ങനെ ഇതുവഴി ഞാനിങ്ങനെ നേരെ നടന്നിങ്ങനെ പോവുകയാണ്. നടന്നിങ്ങനെ പോയി ചെല്ലുമ്പോൾ ഞാനവിടെ കാണുന്നത് തേജസ്സും ഓജസ്സുമായ ഒരു രൂപം. അപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല. അപ്പോൾ ഞാൻ അടുത്ത് ചെന്നതോറും എനിക്ക് ആ രൂപം വ്യക്തമായി വന്നത് നമ്മുടെ സാക്ഷാൽ മുരുക ഭഗവാനായിരുന്നു. അത് എൻ്റെ ദേഹം, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഞാനിങ്ങനെ അദ്ദേഹത്തിന് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഞാനൊരു മുരുക ഭക്തനല്ല, ഇദ്ദേഹം എന്നെ അവിടെ കൊണ്ടുവന്ന എന്തിനെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടുത്തെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടതും വലതുമായിട്ട് 2 ദേവിമാരിപ്പുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് വല്ലിയും ഇനിയൊന്ന് അദ്ദേഹത്തിൻ്റെ ദേവയാനിയും ആണെന്നറിയാം. പക്ഷേ അതിൽ ആരാണ് വല്ലിയെന്നോ ആരാണ് ദേവയാനിയെന്നോ എനിക്കറിയില്ല. 2 പേരും 2 സൈഡിലിരിപ്പുണ്ടായിരുന്നു. യോഗീശ്വരൻ അവിടെ ചെന്നു. അവരിങ്ങനെ കൈ കൊണ്ടിങ്ങനെ ബ്ലെസ്സിങ്സ് കൊടുക്കും. 2 ദേവിമാരും ബ്ലെസ്സിങ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. മുരുകഭഗവാൻ നടുക്കിരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു, ദണ്ഡോ ശൂലമോ ഒന്നുമില്ല. അദ്ദേഹം ഇങ്ങനെ 2 കൈകളും ഇങ്ങനെ സിംഹാസനത്തിൽ വെച്ചിരിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. പുറകുവശത്ത് കുറേ സൈനാധിപന്മാരായ കുറച്ച് പേരുടെ കയ്യിൽ കുന്തമുണ്ട്, കുറച്ച് പേരുടെ ഒരു വാളുണ്ട്. പിന്നെ അല്ലാതെ വേറെന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സാധനം, ഒരു പ്രത്യേക ആകൃതിയിലുള്ള ഒരു സാധനമുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആയുധങ്ങളെല്ലാം എനിക്കവിടെ കാണപ്പെട്ടു. അപ്പോൾ ഇദ്ദേഹം അവിടെ എന്നെ കൊണ്ടുചെന്നു. ഞാനവിടെ പോയി അതെല്ലാം ഞാനിങ്ങനെ അത്ഭുതത്തോടെ ഇങ്ങനെ വീക്ഷിക്കുകയാണ്. ഒരു കൊട്ടാര സദൃശ്യമായ ഒരു സ്ഥലം. അപ്പം ഞാനവിടെ ഇങ്ങനെ അതെല്ലാം ഇങ്ങനെ അത്ഭുത കാഴ്ച. അതിന് വെളിയിലായിട്ട് എന്നെ കൊണ്ടുവന്ന എന്നെയും യോഗീശ്വരനെയും കൊണ്ടുപോയ കണക്കുള്ള മയിൽ രൂപങ്ങളിങ്ങനെ പറന്ന് നടപ്പുണ്ട്. അവിടെ ഫുള്ളിങ്ങനെ പറന്ന് നടക്കുകയാണ്. അവിടെ എല്ലാം ഉണ്ട്. അവിടെ ഇതൊക്കെ നിറയെ ഇതിങ്ങനെ ഇവിടെ ഇരിപ്പുണ്ട്. സത്യത്തിൽ ഞാനിത് എല്ലാം ഇങ്ങനെ അത്ഭുത കാഴ്ചയോടുകൂടി കണ്ടപ്പോഴാണ് ഇദ്ദേഹം എന്നോട് പറയുന്നത്, അച്ഛാ, ഇതാണ് മുരുകൻ ഭഗവാൻ താമസിക്കുന്ന സ്ഥലം, ഇതാണ്. ഇദ്ദേഹത്തിൻ്റെ അണ്ടറിലാണ് ഈ ആൾക്കാരെല്ലാം ഉള്ളത്. അതായത് ദേവലോകത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നൊരു ധർമ്മമാണ് ഇവർക്കുള്ളത്. അപ്പോൾ ഇവരിവിടെ ഇദ്ദേഹത്തിൻ്റെ ആജ്ഞയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു അസുരന്മാരെന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്, അവരുടെ ഒരു എനർജി പെട്ടെന്ന് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ദേവലോകത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നൊരു ലക്ഷ്യമാണ് ഇവർക്കുള്ളത്. അതുകൊണ്ടാണ് ഇവരെല്ലാം ഇദ്ദേഹം നിർത്തിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. പെട്ടെന്ന് എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ ഇവരാണ് പോയി അവർക്ക് വേണ്ടിയുള്ള സപ്പോർട്ടും കാര്യങ്ങളും ചെയ്ത്. സത്യം പറഞ്ഞാൽ നമ്മൾ ആർമിയെ തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന ഇതുപോലത്തെ ഇതാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത്. ഞാനൊരു പട്ടാളക്കാരനായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഫീല് തോന്നിയത്. അങ്ങനെ ഒരു റെഡി, എന്ത് വന്നാലും നേരിടാനായിട്ടുള്ളൊരു ഒരു സൈന്യം തന്നെ, അതിൻ്റെ അധിപനായിരിക്കാം ഇദ്ദേഹം, അതിൻ്റെ അധിപനാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹം അവിടെ ഇരിക്കുന്ന ഒരു സ്പെഷ്യൽ ഇതായിട്ട് അദ്ദേഹം അവിടെ ഇരിപ്പുണ്ട്. ഒരുപാട് പേര് വന്ന് അദ്ദേഹത്തിനോട് ആജ്ഞാനുസൃതം. അപ്പോൾ യോഗീശ്വരൻ എന്നെ അവിടെ കൊണ്ടുപോയി. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ദൂരം മാറി നിന്നപ്പോൾ എനിക്ക് ബ്ലെസ്സിങ്സ് കിട്ടി. അദ്ദേഹത്തിന് വള്ളിയും എനിക്ക് ബ്ലെസ്സിങ്സ് തന്നു. വള്ളിയാണോ ദേവയാനിയോ ഒന്നും എനിക്കറിയില്ല, 2 പേരും എനിക്കറിയില്ല. 2 പേരും അപ്പുറത്തും ഇപ്പുറത്തും ഇരിപ്പുണ്ടായിരുന്നു, 2 ദേവിമാർ. ഭയങ്കര എന്താ പറയുന്നത്, പറയാൻ വാക്കുകളില്ല. അത്രയും പ്രൗഢി ഗംഭീരമായ 2 അമ്മമാരായിരുന്നു അവിടെ ഇരുന്നത്. അതിലൊരാളുടെ മൂക്കുത്തി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു മൂക്കുത്തിക്കല്ല്, ഒരു വൈരക്കല്ല് കണക്കൊരു മൂക്കുത്തി ഇങ്ങനെ തിളങ്ങുന്നുണ്ടായിരുന്നു. ഒരാൾക്കേ ഞാൻ ആ മൂക്കുത്തി കണ്ടോളും. അതിൻ്റെ കണ്ണുകളിൽ ഇങ്ങനെ നമ്മൾ കണ്ണിലൊക്കെ വന്നടിക്കുമ്പോൾ നമ്മൾ കണ്ണ് മഞ്ചി പോകുന്നതെന്ന് പറയുന്ന പോലെ അത്ര തിളക്കമായിരുന്നു ആ മൂക്കുത്തിക്ക്. ഇപ്പോഴും എനിക്ക് ആ ഒരു പ്രഭ എനിക്കത് പ്രത്യേകമായി എനിക്കൊരു ഫീൽ ചെയ്തൊരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ മുരുകഭഗവാന്റെ മുഖത്ത് ആ ഒരു ചൈതന്യവും കാര്യങ്ങളും അദ്ദേഹം നമ്മൾ പടച്ചട്ട എന്നൊക്കെ പറയുന്നത് പോലെ നല്ലൊരു വേഷഭൂഷാദികൾ കൂടിയാണ് അദ്ദേഹം ഇരുന്നത്. നല്ലൊരു എന്താ പറയുക, ഒരു ഗാംഭീര്യമായിട്ടാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടത്. സത്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പക്ഷേ ഇതുവരയ്ക്കും ഞാൻ വിചാരിച്ചിരുന്നത് മുരുകഭഗവാൻ ഇരിക്കുന്നത്, പലരോടും ഞാൻ ചോദിച്ചപ്പം എല്ലന്മാർക്കയിലെ ആൾക്കാരെല്ലാം നമ്മുടെ ഗ്രൂപ്പിലുണ്ട്, അവരെല്ലാം പറഞ്ഞത് മുരുകഭഗവാൻ ഇരിക്കുന്നത് പളനിയിലാണെന്നാണ് പലരും പറഞ്ഞത്. ചിലർ പറയുന്നുണ്ട് തിരുച്ചെന്തൂർ, അങ്ങനെയൊക്കെ ഒരുപാട് പേര് ഒരുപാട് അഭിപ്രായങ്ങൾ. പക്ഷേ മുരുകഭഗവാന്റെ ലോകം ഏതാണെന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ പലപ്പോഴും പലരോട് ചോദിച്ചു. പക്ഷേ ഇന്നാണ് എനിക്കത് നേരിട്ട് കാണാൻ പറ്റുക. ആ മുരുകഭഗവാന്റെ ലോകം കാണാൻ പറ്റിയതിൻ്റെ ഒരു സംതൃപ്തി ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. കാരണം ഞാനത് വിചാരിച്ചതിനും അതീതമായിരുന്നു ആ ലോകം. ആ ലോകം കാണുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക അനുഭൂതിയാണ്. ഇത്രയും സൈന്യം മുരുകൻ്റെ പിറകിൽ കൊണ്ടുവന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന നമുക്കൊരു സംതൃപ്തി ഉണ്ടല്ലോ. ലോകത്തിന് നന്മ വരാൻ വേണ്ടി അദ്ദേഹം കാണിക്കുന്ന അതായത് നമ്മളെ ലോകത്തിനെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് പോയി ജീവിച്ച് ആ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് പ്രൗഢ ഗംഭീരമായ ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ പോയി നിന്നപ്പോൾ നമുക്ക് മനസ്സിലാവും അവിടുത്തെ എനർജി എത്രത്തോളം ഉണ്ട്, അവിടുത്തെ എനർജി പവർ എത്രത്തോളം ഉണ്ടെന്നും അവിടുത്തെ ആ ഒരു അന്തരീക്ഷം എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രയ്ക്കൊരു പോസിറ്റീവ്നെസ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ആ വാഹനത്തിൽ തന്നെയാണ് അദ്ദേഹം ഇക്കരെ കൊണ്ടെത്തിക്കുന്നത്. എനിക്കറിയാം, ആ വാഹനത്തിൽ നമ്മൾ കയറുന്നു. ഇക്കരെ വന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ ഇതാവുന്നത്. അപ്പം എന്തായാലും എനിക്കൊരു വലിയൊരു അനുഭവമായിരുന്നു. എനിക്ക് ഇന്നാണ് മനസ്സിലാവുന്ന മുരുകഭഗവാൻ ഒരു സെപ്പറേറ്റ് ലോകമുണ്ടെന്നും അതിലാണ് അദ്ദേഹം ജീവിക്കുന്നതെന്നുള്ള ഒരു അനുഭവം എനിക്കിന്ന്
യോഗീശ്വരൻ കാണിച്ചു തന്നത് എൻ്റെ ജീവിതത്തിൽ അതൊരു എനിക്കെന്താ പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു അനുഭവം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ സത്യത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണത്. ഞാൻ എൻ്റെ ഇപ്പം എന്താ പറയേണ്ടത്, എനിക്ക് പറയാൻ വാക്കുകളില്ല. അത്രയും ഒരു നല്ലൊരു അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാറുന്നതിന് വെച്ചായിട്ട്. ഞാനൊരിക്കലും ഒരു മുരുകഭക്തനല്ലായിരുന്നു, ശിവഭക്തനായിരുന്നു, തികഞ്ഞൊരു ശിവഭക്തനായിരുന്നു. പക്ഷേ മുരുകലോകത്ത് തന്നെ ഇദ്ദേഹം കൊണ്ടുപോകുന്നു. ഞാൻ ഇതുവരെയെല്ലാം വിചാരിച്ചിരുന്ന മുരുകൻ പളനിയിലോ അവിടെയോ ഇവിടെ അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു പ്രത്യേക ലോകം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. നമ്മുടെ കൈലാസം പോലെയോ അല്ലെങ്കിൽ നമ്മുടെ വൈകുണ്ഠം പോലെയോ ഒന്നും അദ്ദേഹത്തിൻ്റെ ഒരു ലോകം. പക്ഷേ ഇന്ന് ഞാൻ അറിയുന്നത് ഒരുപാട് സൈന്യത്തിൻ്റെ അധിപനായി ഇദ്ദേഹം ഇപ്പോഴും ആ ലോകത്ത് ജീവിക്കുന്നത്. നമ്മുടെ ലോകത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിക്ക് നന്മ വരാൻ വേണ്ടി, ഭൂമിയിലൊരു നെഗറ്റീവ് അറ്റാക്കും വരാതിരിക്കാൻ വേണ്ടി ഇദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് ഇദ്ദേഹത്തിന് മുൻകൂട്ടി പല കാര്യങ്ങളും ഗ്രഹിക്കാനും അറിയാനും കഴിയുന്നുണ്ട്. അവിടെ ഒരുപാട് ഋഷീശ്വരന്മാരിരുന്ന് കാര്യങ്ങളിങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന ഓരോ കാര്യങ്ങളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അവരോട് ജപിക്കുന്നുണ്ടായിരുന്നു, ജപമാലകളുണ്ടായിരുന്നു. അപ്പം സത്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വിചാരിക്കുന്നതിനും അതീതം എത്ര ഇരട്ടി അതീതം എന്ന് പറഞ്ഞാലും അതിന് വാക്കുകളില്ല. അത്രയ്ക്ക് അതീതമായിട്ടുള്ള അനുഭവങ്ങളായിരുന്നു സത്യത്തിൽ ഞാനവിടെ കണ്ടത്. അപ്പോൾ അത്രയ്ക്ക് മുരുക ഭഗവാൻ ഈ ലോകത്തിന് വേണ്ടി ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് അദ്ദേഹത്തിനോട് വല്ലാത്ത ബഹുമാനമാണ് തോന്നിയത്. ഒരു ദേവന്മാരും ചെയ്യാത്ത ഇത്രയും പേരെ ഇങ്ങനെ സൈന്യം സജ്ജമാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നെഗറ്റീവ് എനർജിയോ അല്ലെങ്കിൽ ഒരു ഇതോ വന്നു കഴിഞ്ഞാൽ ലോകത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഇദ്ദേഹം ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ റെഡിയാക്കി വെച്ചുകൊണ്ട് ഇദ്ദേഹം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ആജ്ഞയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇദ്ദേഹം അറിയുകയും ഉടൻ തന്നെ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഞാൻ അനുഭവിച്ച അനുഭവം നിങ്ങളിൽ പങ്കുവയ്ക്കണമെന്ന് അതിയായ ആഗ്രഹമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇതെൻ്റെ ഒരു അവകാശവാദവും ഇല്ല. എനിക്ക് യോഗീശ്വരൻ കാണിച്ചു തന്ന കാര്യം ഞാൻ എൻ്റെ പ്രേക്ഷകരെ അറിയിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതിൽ വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഇതിലൊന്നും എൻ്റെ കയ്യിലൊരു തെളിവുമില്ല. ഈ ഒരു കാര്യം എനിക്ക് കിട്ടിയ ഇൻഡ്യൂഷൻ എൻ്റെ പ്രേക്ഷകരെ ഞാൻ അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്കൊരു ആധികാരികമായിട്ട് ഇതിനെ തെളിയിക്കാനോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കറക്റ്റാണെന്നൊന്നും പറയാനുള്ള ഒരു അവകാശവാദങ്ങളും എന്നിലില്ല. അപ്പം ഈ വീഡിയോ കാണുന്നവരൊരു കാര്യം മനസ്സിലാക്കുക, ഒരിക്കലും നിങ്ങളുടെ എനിക്ക് ആധികാരികമായിട്ടൊന്നും പറയാനില്ല. നിങ്ങൾ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, ഇല്ലാത്തവർക്ക് തള്ളിപ്പറയാം. അവർക്ക് അടുത്ത ഒരു കാതിൽ കേട്ടിട്ട് വേറെ കാതിൽ തള്ളിക്കളയാം, അത് നിങ്ങളുടെ ഇഷ്ടം, അത് നിങ്ങൾക്ക് എങ്ങനെ വേണം എടുക്കാം. പക്ഷേ എന്നാലും എനിക്ക് യോഗീശ്വരൻ കാണിച്ചു തന്ന കാര്യങ്ങളാണ് ഞാനിവിടെ വിവരിച്ചിരിക്കുന്നത്. സത്യസന്ധമായിട്ടുള്ള ഞാൻ കണ്ട കാര്യങ്ങളാണ്. എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ, ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ, ഈ ലോകത്തിന് തന്നെ നല്ലത് വരട്ടെ. ഈ മുരുക ഭഗവാൻ ഈ ലോകത്തിന് വേണ്ടി ചെയ്യുന്ന ആ സൽക്കർമ്മങ്ങൾ ഈ ലോകത്തിനെ അറിയിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ദൗത്യം. ഞാനത് കണ്ട കാര്യം, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. മുരുകൻ എന്ന് പറയുന്ന ഒരു ഭഗവാൻ ഈ ലോകത്തിന് വേണ്ടി ചെയ്യുന്ന നന്മ ഈ ലോകം അറിയണം, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഓം മഹാ ശിവസ്വരൂപ യോഗീശ്വരായ നമഃ നമഃ നമഃ.